സംഭവിക്കുന്നത്. എന്റെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളത് ഈ അമ്മയുടെ മണ്ണിൽ നിന്നാണ്. എന്റെ സിനിമകൾ ഞാൻ എഴുതുന്നതും ഈ മണ്ണിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് എന്റെ എല്ലാ തുടക്കവും. അപ്പൊ ഈ മണ്ണിൽ വെച്ച് തന്നെ ആദ്യമായി ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയുടെ പൂജ നടക്കുമ്പോൾ അത് ഇത്രയും ക്ഷണിച്ചിട്ട് ഇത്രയും പേര് എത്തിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം. അതിനേക്കാൾ വലിയ പേടി ഈ വിളക്കിൽ ഇതിൽ കൂടുതൽ തിരിയിടാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അപ്പോൾ തീർച്ചയായിട്ടും മന്മറിൽ നിന്ന് കുറച്ച് പേരെ വിളക്കെത്തിക്കാൻ വിളിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളെല്ലാം പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. അതിനുശേഷം വിശദമായി സംസാരിക്കണം. എല്ലാവർക്കും പോകാൻ പറ്റിയുണ്ടെന്ന് അറിയാം. അപ്പം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് ഞാൻ അമ്മ എന്ന് പറയുന്ന അമ്മ തന്നെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യത്തെ കരുതി ഞാൻ അമ്മയെ പോലെ തന്നെ എൻ്റെ എല്ലാ സിനിമകൾക്കും എൻ്റെ ഒപ്പം വന്ന് അത് ചെയ്തു തരുന്നതാണ് വല്യം. അതായത് നമ്മുടെ മാളയപ്പുറത്തിൻ്റെ സംവിധായകൻ സ്വന്തം വിഷ്ണുവിൻ്റെ അമ്മൂമ്മയാണ്. അപ്പോൾ വല്യമ്മയും അമ്മ എല്ലാ ചടങ്ങുകൾക്കും ആദ്യം തിരി കളിക്കാറുണ്ട്. അതിനൊരു ഐശ്വര്യം ഇതുവരെ ജീവിതത്തിൽ കിട്ടില്ല. നിങ്ങളുടെ അനുഭവത്തോട് ഞാൻ അവരെ രണ്ടുപേരെയും കളിക്കണം. ഒപ്പം ഇതിൻ്റെ തിരക്കഥാകൃത്ത് ഇതിൻ്റെ അച്ഛനോടെയുണ്ട്. അപ്പം അവർ 3 പേരെ വെച്ച് ആദ്യം വിളക്ക് കത്തിച്ച് നമ്മൾ തുടങ്ങുകയാണ്. പിന്നീട് ആർക്കൊക്കെയാണ് നടക്കുന്നുള്ളത് ഞാൻ പറയാം. സിദ്ദീഖ് എന്നെ വിളിച്ച് അപ്പം തന്നെ ഉണ്ട് പോലെ കുറച്ച് പേര് വെച്ച് കത്തിച്ചോളൂ. വിളക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇത്രയും ആളുകളുള്ളത്. അധികം ഇതിൽ വന്നതാണ് സന്തോഷം. അപ്പൊ അതിൽ ഓരോരുത്തരും കൂടി ചേരുമ്പോൾ ഒരു വലിയ സന്തോഷമേ വന്നതാണ്. അമ്മ വല്യമ്മ പപ്പ വിമല ചേച്ചി നമ്പർ തരാം, നീ തന്നെ വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ വിമല ചേച്ചിയെ വിളിച്ചു. വിമല ചേച്ചി ശ്രീനിസാറെ ഫോൺ എടുത്തപ്പോൾ ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഉർവശിയുടെ മകളുടെയും സിനിമയിലെ ഞാൻ വരും എന്ന് പറഞ്ഞ് ശ്രീനേട്ടോട് എത്തി. ഇതിലും വലിയ അനുഗ്രഹം ഉണ്ടോന്ന് അപ്പോൾ തീർച്ചയായിട്ടും ശ്രീനിസാറിന്റെ അനുഗ്രഹത്തോടെ തന്നെ നമ്മൾ ആദ്യത്തെ തിരി കത്തിക്കുകയാണ്. സൈജേട്ടൻ ബോബിച്ചേട്ടൻ ചേട്ടാ മോഹനേട്ടൻ കണ്ണഞ്ചേട്ടൻ പിന്നെ 2 വിഷ്ണുമാർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 സിനിമകൾ സംവിധാനം ചെയ്ത വിഷ്ണു ശശിശങ്കറും അതേപോലെ റോണിച്ചേട്ടൻ. വിളക്ക് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് ഓരോ പരിപാടി ഉണ്ട് കേട്ടോ. വിളക്കിൽ ഇതിനോട് തിരിയില്ലാത്തതാണ്. സംസാരിക്കാം. ഫ്രണ്ടിൽ കയറി സിനിമ തിയേറ്ററിൽ ഒരു ബസ് അതുകൊണ്ട് നല്ല പണവും അതുകൊണ്ട് സിനിമ ചരിത്രത്തിൻ്റെ പണം ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് കഥയുണ്ടാക്കാൻ എന്നെ പഠിച്ചു. അപ്പോൾ സിനിമ ഇതിനെ ഇങ്ങോട്ട് നിൽക്കട്ടെ. സ്റ്റുഡിയോ ആയിട്ട് വെക്കണം. നമുക്ക്
കാസർഗോഡ് മിക്കവാറും കടപ്പെട്ട ആൾക്കാരുടെ ഒരു കാര്യങ്ങളൊക്കെ ജപ്തി ചെയ്യാനാണ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം ജപ്തി ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒരു പ്രധാന ഘടകത്തോടെ അഭിനയിക്കുന്ന ഉദ്ദേശിയാണ്. അതിനെ ചുറ്റുപിടിച്ച് നല്ല രസവും തമാശകളും അറിയാം. ജീവിതത്തിന്റെ അവസാനം കൊണ്ടുപോയായിട്ട് ഒരുപാട് തിരക്കിലാണ്. ആദ്യവർഗത്തിലുള്ള സൂപ്പർസ്റ്റാറായ ആളാണ് മോഹൻലാൽ. അവർക്ക് നിൽക്കാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ തവണയും പലതവണ മോഹൻലാൽ ആദ്യം വരാമെന്ന് പറഞ്ഞ് ദർശനെ വിളിച്ച് പറയും ക്ഷമിക്കണം, എനിക്ക് തമ്പിനെ തന്നെ പാടുകളുണ്ട്. ഞാൻ കുറേ ദിവസങ്ങളിൽ ഒരു ഡേറ്റ് വന്നിട്ട് അന്ന് വരാമെന്നാണ്. അപ്പോൾ സത്യൻ്റെ വർഷത്തിന് ഉർവശിയോട് ഇങ്ങനെ ഡേറ്റ് വിളിച്ചുകൊണ്ട് ഉർവശിയുടെ ഡേറ്റ് മോഹൻലാലിൻ്റെ ഡേറ്റ് വന്നിട്ട് ആ ഡേറ്റ് അതിനെ ഒപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ പലതവണ മോഹൻലാൽ പിന്നെ ഡേറ്റ് മാറ്റിക്കൊണ്ടിരുന്ന ഓരോ തവണ അങ്ങനെ ഒരു ദിവസം എവിടെ നിന്ന് മോഹൻലാൽ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സത്യം എന്നോട് കുറച്ചൊരു വിഷമം സ്ഥാനമൊന്നും പറഞ്ഞു. ഞാൻ എപ്പോഴാണ് വരുമെന്ന് വെച്ചാൽ പറ്റുന്ന സമയത്ത് ഉർവശിയെടുത്ത് പറഞ്ഞിട്ട് ആ ഡേറ്റ് ഉർവശി വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അതാണ് പറ്റുന്ന സത്യം വാങ്ങുന്നത്. അത് നമുക്ക് പാടിയാണ്. അപ്പോൾ സത്യൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞു നമുക്ക് മോഹൻലാലിന് ഒഴിവാക്കി മണവത്തിൽ ഇപ്പോൾ ഒരാളോട് ചോദിക്കുന്നതിനെ അവിടെ ഞാൻ ചോദിക്കുന്നത് താൻ വേറൊരു കഥയുണ്ട്. കഥ അങ്ങനെ പിന്നെ ആദ്യം കഥ കുറിച്ച് ആലോചിക്കാൻ തീവ്രമായ ആലോചന അരുൺ ചേട്ടനാണ്. എല്ലാവരുടെയും അനുഭവത്തോടുകൂടി നമ്മുടെ പടത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മാറ്റുകയാണ്.
Kapil. Roll camera. Clap out. And action. എക്സൈറ്റ്മെന്റ് ഈ കഥ ആദ്യമായിട്ട് ഉപദേശിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഉപദേശിച്ചത് കേട്ടു. അപ്പൊ ഞങ്ങളൊരു ആവശ്യം പറയുന്നു, ചേച്ചി ഇതില് ഞങ്ങൾക്ക് ചേച്ചിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കൂടെ വേണം എന്ന് പറഞ്ഞു. അത് കുഞ്ഞാറ്റയായിരുന്നു, ചേച്ചിയായിരുന്നു. അപ്പം ചേച്ചി കഥ കേട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു അവളുടെ ആദ്യത്തെ സിനിമയാണ് നമ്മളിത് ചെയ്യുന്നത് പറഞ്ഞു. അപ്പം വേറെ ഒരുപാട് സിനിമകളിൽ ഒപ്പം തന്നെ പ്ലാനിങ് നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ഞങ്ങളുടെ സിനിമ ഇങ്ങനെ ആദ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചേച്ചി മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയും കൂടെയാണ് പാർലോ പാർട്ടി. അതിൻ്റെ ഒരു സന്തോഷവും ഞങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പം എന്നും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരും ഉപേക്ഷണം ശ്രദ്ധിക്കുകയും അപ്പം ഞങ്ങൾ ഈ കഥ പറയാൻ പോകുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് സാർ, ഞങ്ങൾ ഇത് സ്കെച്ച് മാത്രം തരാം, ബാക്കി നിങ്ങൾ ലൊക്കേഷനിൽ വെച്ച് അടിപൊളിയാക്കിക്കണം. കാരണം എന്ത് എഴുതിക്കൊണ്ടായാലും മുകളിലേക്ക് സ്പോട്ടിൽ തന്നെ കൗണ്ടറും ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ആദ്യമായി ഒരു സിനിമ ചെയ്യാനുള്ള ഭാഗ്യം ഞാൻ ചോദിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 സ്ട്രോങ് പില്ലേഴ്സ് ഒപ്പം തന്നെ ഇതിൽ അഭിനയിക്കുന്ന മറ്റു കുറച്ച് പേരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ വിളിക്കാം. അതിന് പറ്റിയായിട്ട് നിങ്ങൾ 3 പേരും ആദ്യം സംസാരിച്ചിട്ട് ചേച്ചി. നമസ്കാരം. ഇതിന്റെ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അഭിലാഷ് പറഞ്ഞതൊക്കെ സത്യമാണ്. എൻ്റെ ഏറ്റവും വലിയ ത്രില്ല് ഞാൻ ഈശ്വരനെ കുറിക്കുന്നത് ഒരുപാട് കാലമായിട്ട് അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച സിദ്ദിഖിൻ്റെ കൂടെയും മുകേഷിൻ്റെ കൂടെയും വലിയ ഒരു കോമ്പിനേഷൻ എന്നെ അറിയാവുന്നതാണ്. എത്രയോ സിനിമയിലിടയ്ക്ക് സിദ്ദിഖിയുടെ കോമ്പിനേഷനാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വിഷമമാണ്, സിദ്ദിഖിൻ്റെ വിഷമമാണ്. മുകേഷിനെക്കൊണ്ട് 4-5 വർഷം മുമ്പ് സിനിമ ചെയ്തത് വീണ്ടും 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 ബാക്കിയുള്ള ആൾക്കാരുള്ളവരാണ് ഞങ്ങൾക്ക് എത്രയോ സിനിമ ചെയ്തിരിക്കുന്നത്. കോമൺ എന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ എല്ലാവരും ഞാനുള്ള ചോദിക്കുന്ന ചോദ്യമാണ്. അതിൻ്റെ ഉത്തരവാദിത്ത ഈ സിനിമ പ്രാർത്ഥനകളും എൻ്റെ മോളെ അനുഗ്രഹിക്കും പ്രാർത്ഥനയും. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് ഈ രീതിയിൽ എത്തുന്നത്. ദൈവസന്നിധിയിൽ വെച്ച് നടത്തുന്നത് തുടക്കം മുഖ്യം കഴിവ് ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നത് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നു ന്യൂഡൽഹി എന്ന് പറഞ്ഞ നായികമാരായിട്ട് സിനിമകൾ അഭിനയിക്കാൻ സാധിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കുന്നത് മാത്രമല്ല, എല്ലാവരും നിന്നാലും ഒന്നിച്ച് തന്നെയാണ്. സാധാരണ ഈ അമ്മയുടെ വിദേശിക്കാൻ കാരണം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും, ഒരുപാട് തമാശകൾ പങ്കുവെക്കാൻ സാധിക്കുന്നത്. കിട്ടുന്ന നിസ്സാര സമയം കൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ സിനിമകൾ വിളിച്ചൊരുപ്പിക്കാൻ ഭാഗ്യമായിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഈ സിനിമ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്നലെ അരങ്ങിലെടുത്ത എൻ്റെ സംവിധായകൻ അതിലെല്ലാം എല്ലാ ഭാഗങ്ങളും വിജയമാക്കി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കിയാണ് സന്തോഷം പങ്കുവെക്കുന്നു. ആശംസകൾ പറയുക ഒരുപാടോളം സമയമുണ്ട്. അതിൽ തന്നെ അമ്മയുടെ ഈ സന്നിധിയിൽ വെച്ച് ഇങ്ങനെയൊരു നാമം പങ്കെടുക്കുവാനും കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. കാര്യം ഒരുപാട് കലാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ തന്നെ ഒരുപാട് ആൾക്കാരെല്ലാവരും കലയും സാംസ്കാരിക ബന്ധവുമായിട്ടൊക്കെയുള്ള എല്ലാവരും തന്നെ ആശംസ അദ്ദേഹത്തിൻ്റെ ചെയ്യണമെന്ന് അറിയിക്കണം. ഒരു വലിയ അച്ചീവ്മെൻ്റാണ് ഈ സിനിമ. അതിൻ്റെ കൂടെ തന്നെ
പിന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ചുറ്റാൻ അഭിലാഷിന് ആശംസകൾ, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പ്രൊഡ്യൂസറാണ്, പ്രൊഡ്യൂസറുടെ മകളും ഭാഗമാണ്. ഞങ്ങൾ മൂന്നുപേരുടെയും കാര്യങ്ങൾ ഞങ്ങളെയും പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ഓർമ്മകളാണ്, ഒരുപാട് വർഷങ്ങളുടെ ഓർമ്മകളാണ്. ഞാൻ തന്നെ സിനിമയിൽ വന്നിട്ട് ആദ്യത്തെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ആ കാലം മുതൽ റോഷിയുടെ ആദ്യ സിനിമ മുതൽ തന്നെ എനിക്ക് അറിയാവുന്നതാണ്, അനുഭവമായിട്ട് അറിയാവുന്നതാണ്. പിന്നെ ഈ അടുത്ത സമയത്ത് ഞങ്ങളൊരു ചാനലിൽ ഒരു പ്രോഗ്രാം റോഷിക്ക് അവാർഡ് കിട്ടിയതിൽ ഓടിക്കുകയുണ്ടായി. എൻ്റെ അച്ഛൻ്റെ അനുജൻ അദ്ദേഹത്തിന് 4 മക്കളാണ്. മൂത്താളാണ് ഒരു പ്രായത്തിൽ വീട്ടിൽ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും ചെയ്യുന്നു. ഒരുപാട് ആശംസകൾ, ഒരുപാട് സമ്മാനങ്ങൾ, സന്തോഷമായിട്ട് ജീവിക്കും. ഒരു 6 മാസം കഴിയുമ്പോൾ അതിൻ്റെ ഇടയാണ് വീണ്ടും ആശംസ പറയുന്നു, വീണ്ടും സമ്മാനങ്ങൾ കൊടുക്കുന്നു. കുറച്ചാൾ കഴിയുമ്പോൾ ആദ്യത്തെ വീണ്ടും വാഴക്കും. അപ്പം ഈ കുടുംബാംഗങ്ങളെല്ലാം ചെറുതായിട്ട് വീടുമായിട്ട് കുറച്ച് ബന്ധം മാറിയിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു കൃഷിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് അതേപോലെ കുറെ കൊല്ലമായി തുടങ്ങി ഇങ്ങനെ ആദ്യമൊക്കെ നമ്മൾ ആ കൃഷി സന്തോഷമാണ്. ഇന്ന് എപ്പോൾ കണ്ടാലും ഇത് തന്നെയാണ് ഈ കൃഷി ഈ മലയാളത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി ഇങ്ങനെ തഴച്ചു വളർത്തി വലത്തെ വീണ്ടും ആശംസിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് കാരണന്മാർക്ക് എല്ലാവരും ആശംസിക്കുന്നു. ഇതില് അഭിനയിക്കുന്ന 1-2 പേരോട് വന്നിട്ടുണ്ട്. ബാക്കി കാസ്റ്റിംഗൊക്കെ നോക്കുന്നത് അതില് പറയേണ്ട പേരുകളാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഇന്നത്തെ ബർത്ത്ഡേക്ക് എനിക്ക് ഇന്നലെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് ടെക്നിക്കൽ സൈഡിലുള്ള എല്ലാവരും എന്റെ ഫാമിലിയാണ്. എനിക്ക് ഒരു സിനിമാബന്ധത്തിലുപരി എന്റെ ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ്. തിരിച്ചു വീട്ടിലേക്ക് വരുന്ന പോലെ തന്നെയുള്ള ഒരു ഫീലിംഗ് ആണ്. ഞാൻ എന്റെ ഏതൊരു ഇന്റർവ്യൂ എന്തിലും ഞാൻ എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഉർവശി ചേച്ചിയാണ്. ഒരു സീനെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഒരു ഇമ്പോർട്ടന്റ് ആയ ക്യാരക്ടർ കിട്ടിയത് മഞ്ജു ചേച്ചിയോടും ഞാൻ പറയും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ട്രസ് ഉർവശി ചേച്ചി തന്നെയാണ്. ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്, അതിന് മാറ്റമില്ല. പക്ഷെ എല്ലാവരും ഇഷ്ടം തന്നെയാണ്. അതുപോലെ തന്നെയാണ് സിദ്ദിഖിനോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. മുകേഷനോട് ഇതുവരെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സീരീസിൽ മാത്രം 2 ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ പോകുന്നതിൽ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ഹാർട്ടിനെ സപ്പോർട്ട് വേണം നമ്മുടെ വിജയിക്കാൻ. താങ്ക് യു സോ മച്ച്. ചെയ്യാൻ പറ്റിയ അപൂർവമായി അപ്പോൾ ഞങ്ങളുടെ മ്യൂസിക് ചെയ്യുന്നത് തീർച്ചയായും ഞാൻ എഴുതിയ പാട്ടെല്ലാം മ്യൂസിക്കിൽ വരുന്നതാണ്. സംബന്ധിക്കാൻ പോയപ്പോൾ അവർ തന്നെ മ്യൂസിക് ചെയ്തു. അപ്പോൾ എൻ്റെ പാക്കേജാണ് ഞങ്ങൾ ഒരുമിച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. അത്യാവശ്യം ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ ഇത് ചെയ്യാനാണ്. നിങ്ങളുടെ ഏഴാമത്തെ സിനിമകൾ ഒരുമിച്ച് കടവാറുന്നത് ഏഴാമത്തെ സിനിമയാണ് ഞങ്ങൾ ഒരുമിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം.
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഉള്ള സിനിമയാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണം സിനിമ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആരാധനയും ഫിലിമിലും അഭിജിക്കും എല്ലാവർക്കും ഒരു ഞങ്ങളുടെ കൂട്ടായ്മ ഈ മൂവി നിങ്ങളെല്ലാവരും പ്രാർത്ഥനയുണ്ടാവും. വേറെ പ്രത്യേകതയാണ് ഞാൻ എഴുതുന്ന സിനിമകളുടെ ഒരു ഫാമിലി കേടുകളൊക്കെയാണ്. ഞാനൊരു ബന്ധുവില്ല നാട്ടിലോ പാർട്ടികൾ. അപ്പോൾ തീർച്ചയായിട്ടും ക്യാമറ എന്ന് പറയുന്നത് ക്യാമറ ചെയ്യുന്നത് നിഖിലാണ്. നിഖിലായിരുന്നു താമരടക്കം അല്ലെങ്കിൽ നാഷണൽ അവാർഡ് വിന്നറാണ്. ക്യാമറ നിഖിലാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി കൈകാര്യം. ഒപ്പം ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ സഞ്ജയ് കൂടെയുണ്ട്. അതേപോലെ ഞങ്ങളൊപ്പം വർക്ക് ചെയ്യാൻ ഒരുപാട് ടീമുകൾ ഗായത്രി ഞങ്ങളെല്ലാം ഇത് എഞ്ചിനെ പോലെ തന്നെ ലാംഗ്വേജാണ് എഞ്ചിനീയറായിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് ഇത്രയും ഒരു ടീം ബാക്കി ടീമുകളൊക്കെ തന്നെ ഈ ഒരു ദിവസത്തിൽ നമ്മുടെ ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യും. അപ്പം ഇവിടെ വന്ന കുറച്ച് പേരുണ്ട് ഇതിന് അവരോട് ഒരുപാട് സംസാരിക്കാനാണ്. അപ്പോൾ ഇവിടെ എൻ്റെ പഠനം ചെയ്ത രണ്ട് സംവിധായകരുണ്ട്, വിഷ്ണു വിവേകം, വിഷ്ണു ശശിശേഖറും. അപ്പോൾ രണ്ടു പേർക്ക് സംസാരിക്കാൻ അവരെ ആദ്യം വിളിക്കാം. വിഷ്ണു വിവേക് വലിയ സന്തോഷം. കാർലോ പാർട്ടി ഒരു ത്രെഡ് പണ്ട് ഞാൻ കേട്ടായിരുന്നു. ഈ ഒരു പണം ചെയ്യാനായിട്ടുള്ള പിന്നെയാണ് ഇതിന്റെ ക്യാമ്പസ് ആദ്യം അത് ചെയ്യാനായിട്ട് മുന്നിലേക്ക് വരികയും വളരെ സന്തോഷത്തോടെ ഒരു സീനിയർ ഡയറക്ടർ ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി പദ്ധതി. അപ്പോൾ മലയാള സിനിമ ഇപ്പോൾ ഞാൻ ഏറ്റവും കുറവായി